അല്ല ബ്രദറെ, ഞാൻ ആലോചിക്കായിരുന്നേ, സഭയിൽ എന്തിനാ ഈ മരിച്ചവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു മാസം? ശരിക്കും ഇതൊക്കെ എന്നാ തുടങ്ങി? 2000 വർഷമായിട്ടുള്ള സഭയുടെ പാരമ്പര്യത്തിൽ തന്നെ മരിച്ചവർക്ക് വേണ്ടി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. ശരിക്കും ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ കാരുണ്യത്തിൻ്റെ ആത്മീയ പ്രവൃത്തിയായിട്ടാണ് സഭ മനസ്സിലാക്കുന്നത്. പക്ഷെ ശരിക്കും മരിക്കുമ്പോൾ തന്നെ ഒരാത്മാവ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ശുദ്ധീകരണ സ്ഥലത്തേക്കോ പോകുന്നല്ലേ സഭ നമ്മെ പഠിപ്പിക്കണേ? അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം ഓൾറെഡി എടുത്ത തീരുമാനത്തെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ശരിക്കും നമ്മളിവിടെ ദൈവത്തിൻ്റെ ഹിതം മാറ്റാനുള്ള ശ്രമമൊന്നുമല്ല നടത്തുന്നത്. മറിച്ച് വിശുദ്ധ അക്വൈനസ് സുമ്മാ തിയോളജിയിൽ പറയുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥന വഴി നേടിയെടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഹിതം. അതിനുവേണ്ടി നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. നിത്യനരകത്തിലേക്ക് വിധിക്കപ്പെട്ടവരെ കുറിച്ചുള്ള വിധിയൊന്നും മാറ്റാൻ നമുക്ക് പറ്റില്ല. പക്ഷേ സഭയുടെ വിശ്വാസം അനുസരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മോചിപ്പിക്കാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സഭയുടെ ഔദ്യോഗികമായ പഠനങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നത്? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സഭയുടെ ആരംഭം മുതൽക്ക് തന്നെ ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് സഭയിലുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത് ഫ്ലോറൻസ് കൗൺസിലും ട്രെൻറ്റ് കൗൺസിലുമാണ്. മാത്രമല്ല കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നതനുസരിച്ച് നമ്മുടെ ലഘുപാപങ്ങൾക്ക് പരിഹാരമായി അന്ത്യവിധിക്ക് മുമ്പായി നമ്മൾ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടും. സഭയുടെ പഠനം അനുസരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും സഭയുടെ മക്കൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമ നമുക്കുണ്ട്.